ഷെരൂരിലെ അർജുൻ ദൗത്യ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അർജുന്റെ ലോറിയുടെ ക്രാഷ് ഗാർഡ് കണ്ടെത്തി. സ്ഥിരീകരിച്ച ഉടമ മനാഫ് രംഗത്തെത്തുകയും ചെയ്തു. വസ്ത്രഭാഗങ്ങളും കണ്ടെത്തിയതായി സൂചനയുണ്ട്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ടയറും കണ്ടെത്തി. ടാങ്കർ ലോറിയുടേതെന്ന് സംശയമുണ്ട്. അതിനിടെ ഷിരൂരിൽ ഇന്നലെ കണ്ടെത്തിയ അസ്ഥി മനുഷ്യൻ്റേതല്ലെന്ന് പ്രാഥമിക നിഗമനം. ഫോറൻസിക് സർജനും വെറ്ററിനറി സർജനും അസ്ഥികൂടം മനുഷ്യൻ്റേതല്ലെന്ന് പോലീസിനെ അറിയിച്ചു. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് സഹായം നൽകുമെന്ന് മേജർ ഇന്ദ്രബാലൻ പറഞ്ഞു. ഇപ്പോൾ കാർവാർ MLA മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ. I will also give 25 lakhs from my area. The government has been allocated to us, that is called as MLA fund. So today, okay. So today, sir, you got any Arjun stories, any parts? No, we have got one more engine. No, that is there. No, that you can see from there. That's all the tanker parts, right? All the tanker parts. No, see, one by one, 4 points will one by one will go. There is a IMD prediction of a heavy rain from tomorrow. Yeah. That we don't mind. Don't worry. Emintra lead the operation tomorrow. Since one day He is showing the location. Okay. Okay. On that location, we will find out and we will search. Okay. Nothing to worry. Not one day operation or 5 minutes. It is a very Herculean task. So please don't ask any things. Only SP, DC or MLC will give the exact figure. Okay. No other person is authorized. Okay. So you can Tomorrow's red alert, so it will affect the. MLA മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ സിജു കണ്ണൻ കൂടി അവിടെ നിന്നും ഗംഗാവലി പുഴയുടെ തീരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സിജു കണ്ണൻ, ഷിരൂർ ദൗത്യം നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അർജുന്റെ ലോറിയുടെ ക്രാഷ് ഗാർഡ് കണ്ടെത്തി. ഇത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ തന്നെയാണെന്ന് ഈ ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. വസ്ത്രഭാഗങ്ങളും കണ്ടെത്തിയതായി സൂചനയുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സതീഷ് കുമാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡ്രഡ്ജറിനകത്താണുള്ളത്. ഡ്രഡ്ജറിനകത്തെത്തി മാധ്യമങ്ങളെ കൊണ്ടുപോയി കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയാണ്. അതോടൊപ്പം SP ഉണ്ട്. ഈ ഡ്രഡ്ജറിനകത്തേക്ക് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ, അതോടൊപ്പം തന്നെ സഹോദരി അഞ്ജുവിനെയും എത്തിച്ച് കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് നൽകി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഡ്രഡ്ജറിനകത്തു നിന്നുള്ള കാഴ്ചകളാണ്. ഡ്രഡ്ജറിനകത്ത് എത്തിച്ചുകൊണ്ട് പരിശോധനയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ജിതിൻ, അതോടൊപ്പം തന്നെ സഹോദരി അഞ്ജു എന്നിവർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളെ കൂടി ഇവിടെ എത്തിച്ചുകൊണ്ടാണ്